നല്ല രസമുണ്ടല്ലേ കാണാൻ ഉടനെ വരുമ്പോ. വെയിലത്ത് നടന്ന് തളർന്ന് പപ്പാനി കളിക്കാനൊക്കെ റെഡി ആയിട്ട് നിക്കണേ. അയ്യോ ആടി പോളി താപ്പു നല്ല പീസ്. മനസ്സ് നിറഞ്ഞു. പിന്നെ നിറയാണ്ടിരിക്കും അമ്മായി. അരേ വാ മാറ്റിക്കാം അമ്മായി, മാറ്റിക്കാം. ഓക്കെ സെറ്റ്. അപ്പോഴേ മോളെ ഞാൻ എന്താ ചെയ്യണ്ടേ? അതെ 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 അതെ. ചെറിയുള്ളി വേണം അമ്മ, നല്ലോണം ചെറിയുള്ളി വേണം. പിന്നെ ഒരു 2-3 സവാള, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. പിന്നെ മുരിങ്ങയുടെ തൊലി, മുരിങ്ങ മരത്തിൽ പട്ട മുരിങ്ങ മരത്തിന്റെ തൊലി. മുരിങ്ങ മരത്തിന്റെ തൊലി. ഓ എനിക്ക് എന്തൊക്കെ നീ ചെയ്യണമെന്ന് എനിക്കറിയില്ല. മുരിങ്ങ മരത്തിന്റെ തൊലി എനിക്ക് വേണം. വേണം അത് നിർബന്ധമാണേ. അമ്മായി ചുമപ്പ് സാരി എടുത്തോണ്ട് ഞാൻ ചുമപ്പ് നെയിൽ പോളിഷ് ഇട്ടു. മെടുക്കി പോട്ടാ ഞാൻ. ശരി ശരി ശരി. സരി ഇന്ന് ഇങ്ങോട്ട് കാറ്റിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. മാളു, നീ ഒരു കാര്യം ചെയ്യണം. ഇത് അരച്ചോണ്ട് വാ. ഇത് നമ്മുടെ മുരിങ്ങയിലയുടെ മരത്തിന്റെ തൊലിയാണേ. അത് പട്ട, ഏലക്ക, ഈ പെരുംജീരകം, ഈ സ്റ്റാർ, ഇത് ഇത്രയും അരച്ചോ. ഇത് ഇത്രയും കടുക് വേണം. ഈ അമ്മേനെ മാളുവിനും കൊണ്ട് തോറ്റ്. ഞാൻ അമ്മയല്ലേ പറയണേ, ഇന്ന് മാളുവാ പറഞ്ഞു. അതുകൊണ്ട് കല്ലിന് കൊണ്ട സൗരഭ്യം എന്നല്ലേ. അപ്പൊ
നമ്മളത് ഇന്ന് ഉണ്ടാക്കാൻ പോണ വിന്താലുമാണ്. വിന്താലുവിന് ഇത്രയും കടുക് വേണം. ഓക്കെ. എവിടെ പോണു? അതൊക്കെ ഞാൻ പറഞ്ഞു തീർന്നോട്ടെ. ഓ ഇതെല്ലാം ഇപ്പൊ നീ കടുകിനെ മറന്നേക്ക്. ഇതെല്ലാം ഇതിപ്പോ ഞാൻ ദേ ഈ വെളുത്തുള്ളി ഇട്ട് തരും, ഈ ഇഞ്ചി ഇട്ട് തരും, ഈ പച്ചമുളക് ഇട്ട് തരും, ഈ പച്ചമുളക് ഇട്ട് തരും, കറിവേപ്പില എടുത്തേ, ഉതിർത്തി എടുത്തേ. അപ്പൊ ഇതെല്ലാം ഈ കറിവേപ്പില എല്ലാം കൂടിയിട്ട് അരയ്ക്കുക. ഇത് നന്നായിട്ട് നീ വെള്ളം ചേർത്ത് അരച്ചോ. നന്നായിട്ട് അരഞ്ഞതിന് ശേഷം മാത്രം ഏറ്റവും അവസാനം കടുകിടാവും. അരയ്ക്കണം. ആ കടുക് ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്താ പറഞ്ഞാൽ കടുക് അരഞ്ഞ് ചതഞ്ഞങ്ങ് പോണ്ട. എനിക്ക് കടുക് ഒരു പരിപ്പായി കിട്ടണം, അത്രേ ഉള്ളൂ. ഏറ്റവും ലാസ്റ്റേ കടുകിടാവും. ഓക്കെ. അയ്യോ, മാളു അരയ്ക്കാൻ കൊണ്ടുപോയില്ലേ? അവൾ വെള്ളത്തിന് വരെ ഞാൻ ഈ വിനിഗർ ഒഴിച്ചിട്ട് അരയ്ക്കാൻ പറഞ്ഞിട്ട് വരാം കേട്ടോ. അവിടെ അവള് ആടിപ്പാടി നിൽക്കുക. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഓക്കേണാ? ഒരു ശകലം കൂടെ ഇട്ടോ? വിനീഗർ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. ബീഫ് ഉലർത്ത് മസാല ഇതില്ലാത്തൊരു ജീവിതം എനിക്കില്ല. ഉലർത്ത് മസാല ഇത് മാളു ഇപ്പം കുരുമുളക് അരയ്ക്കാൻ കൊണ്ടുപോയിട്ട് പച്ചമുളക് അരയ്ക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലി. അപ്പൊ ഇത് ഇത്രയും മതി അല്ലേ? മതിയാ? മതി മതി. ശകലം കൂടെ ഇട്ടോ. ഓക്കെ, പോരെ? എരിവില്ലെങ്കിൽ ലാസ്റ്റ് നമുക്ക് കുറച്ചുകൂടെ ഇടാല. മഞ്ഞപ്പൊടി. ഓക്കെ ഓക്കെ, മതിയില്ലേ? മതി 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 മതി. മാള് കൊണ്ടുവരുന്ന മസാലയാണ് മെയിൻ മസാല. ചേച്ചി 100 ആയുസ്. 100 ആയുസ് നിനക്ക്. കറക്റ്റ് കറക്റ്റ്. അയ്യോ, അതിന്റെ മണം മിടുക്കി. അതിന്റെ മണം നോക്കിയേ, മണം നോക്കിയേ. മണമൊക്കെ ഉണ്ടോ ഇനി? ഇല്ലേ, എനിക്കത് അതിന്റെ മണം വന്നിട്ട് തുമ്മാൻ പറ്റില്ല. മണത്ത് നോക്ക്. ഒന്ന് ആ കൈ കൊണ്ടൊന്ന് പിടിക്കാം. മണത്ത് നോക്കാനല്ലേ പറഞ്ഞ. അപ്പൊ ഞാൻ അല്ല, ഇതിങ്ങനെ പിടിച്ചിരിക്കുന്ന ശരിക്കും മണക്കാനാ ഉദ്ദേശിച്ചത്. ഇത് ആർക്കോ വേണ്ടി മണത്തേക്കുന്നു. ഇനി മണ്ടേ കയറിയിട്ട് ഞാൻ തുമ്മണം. ഇതാ ഞങ്ങളൊക്കെ പൊടി മൂക്കിൽ കേറും എന്ന് പറയും. പക്ഷെ ഇത് കേറുന്നുണ്ട്. ഇത് കേറുന്നുണ്ട്. ആ വെള്ളം പോലെ ഇരിക്കുന്ന സാധനം എങ്ങനെ മൂക്കി കയറും എനിക്ക് അറിഞ്ഞൂടെ. അമ്മായി അപ്പൊ ഇത് കേറിയപ്പോ അത് കേറിയെന്ന് ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ? ചേച്ചിയുടെ കമ്മല് കൊള്ളാം അല്ലേ അമ്മായി? സോറി. വെളിച്ചെണ്ണ കണ്ട അമ്മായി. അവള് കളിച്ച് എന്റെ സാരി കൊണ്ട് വെളിച്ചെണ്ണക്കകത്തിട്ട് അത് കഴിയേ മതി. കൊണ്ട് കഴിയിട്ടു. അപ്പോ കൊണ്ട് കഴിയട്ടാ, മുറിച്ച് പോയി കൊണ്ട് കഴിക്കട്ടെ. കഴിയാൻ പറ്റും. നോക്ക്, കഴുകി. വെള്ളം വേണോ? വെള്ളം വേണോ? വേണം. കണ്ണ് മതി തന്നെയാണോ? മതി മതി. അമ്മായി ബീഫ് എടുത്തരോ? ബീഫാ? ചേച്ചി എന്ത് ചെയ്ത് പോകാ? പോക ഇന്ന് കാറ്റ് ഇങ്ങോട്ടാ വേണു. അതാ ഇപ്പൊ നീ പഠിച്ചാ എന്ത് കറിക്കാണ് കടുകിടുന്നത് എന്നുള്ളത്? കടുക് ഇങ്ങനെ അരച്ച് ചേർക്കുന്നത്. യെസ്. ഇനി ചോദിക്കൂലല്ലോ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് എന്ത് വിന്താലും ഉണ്ടാക്കിയത് എനിക്ക് അറിഞ്ഞൂടാ. അമ്മായി നമ്മള് അമ്മായി ഇല്ലേ? അമ്മായിയോട് ചോദിച്ചാൽ അമ്മായിക്ക് ഒരു ഓർമ്മ ഉണ്ടാവത്തില്ല. ചിക്കനാണോ? ചിക്കൻ എന്തായാലും അല്ല. പിന്നെ എന്തോ
പുള്ളി മീനാ. അമ്മായി വരട്ടെ, അമ്മായി വരട്ടെ. കഷ്ടമാണ്. ഇപ്പുറത്ത് കാറ്റ്, അപ്പുറത്ത് പോയതാ അമ്മായി ബീഫ്. ഞാനവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കും. ഇത്ര നേരം എന്താ? ഞാൻ എടുക്കാം. ഇവിടെ പോയി. അമ്മായി, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിന്താലം ഉണ്ടാക്കിയത് എന്തായിരുന്നു അമ്മായി? ഇവള് ഡൽഹി പോയ സമയത്ത് എന്ത് വിന്താലുമായിരുന്നു? ഇതല്ലേ ബീഫ് തന്നെയല്ല. ഞാനൊരു ക്ലൂ തരാം. പുള്ളി മീനാണ് നമ്മൾ ഉണ്ടാക്കിയത്. പുള്ളിമോത. അതെങ്കിലും ഓർമ്മയുണ്ട്. ഇനി ഒരു സത്യം ഞാൻ പറയട്ടെ. എനിക്ക് പുള്ളി വരെ ഓർമ്മയുണ്ടായിരുന്നു. അത് എന്താണെന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഇപ്പൊ ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ട്. അപ്പൊ അമ്മായിക്കല്ല വയസ്സ് കൂടുതൽ, ചേച്ചിക്കാണ് പ്രായം കൂടുതൽ. സൂപ്പർ. കണ്ട അല്ലേ ഉപ്പ്? ഉപ്പ്. അയ്യോ, ഇന്ന് മഴ പെയ്യും. മതിയോ? എരി വേണോ? എരി വേണ്ട. അത് വേണ്ട. അയ്യോ, എരി വേണ്ട. എരിവൊക്കെയാണ് അല്ലേ? കുരുമുളക് ഇട്ടിട്ടുണ്ട് പക്ക. പക്ഷെ ഇതിന്റെ ഒരു കാര്യമുണ്ട്. ആ കപ്പയുടെ കൂടെ അങ്ങ് ഇടുമ്പോഴുണ്ടല്ലോ, അമ്മോ സഹിക്കാൻ വയ്യ. ഓക്കെ, വെയിറ്റ്. ഇട്ടോ. ഇങ്ങത്താ ഇടയ്ക്ക് ഇതിനെയൊക്കെ വലിച്ചെടുത്ത്. വാട്ട് ഹാപ്പൻഡ്? ഇത് ആയി വരുമ്പോ ഉള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ മാനിഫെസ്റ്റ് ചെയ്യുവാണ്. അതെ, കാരണം ആ ഒരു ഗ്രേവി എന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്തൊക്കെ പറയാം, ഞണ്ട് ബിരിയാണി ടേസ്റ്റ്. ഉണ്ട്. ഇനി ഒരു ദിവസം നമുക്ക് ഇനി അടുത്ത ഗിഫ്റ്റ് ആർക്കെങ്കിലും കൊടുക്കുമല്ലോ. അടുത്ത ഗിഫ്റ്റ് അപ്പൊ ഞണ്ട് ബിരിയാണി വെക്കാം. ഇനി ഒരു കാര്യം ചെയ്യുമ്പോളൂ, നീയും അമ്മയും കൂടി പോയിട്ട് സ്നാക്സ് എടുത്ത് റെഡി ആയിട്ടിരുന്നോ. ഞാനിത് അടച്ചു വെച്ചിട്ട് വരാം. ഓക്കെ? അത് അപ്പൊ അതിന്റെ മൂടി എടുക്കണ്ടേ? ഞാൻ എടുത്തോളാം അമ്മായി, വയ്ക്കോ. രണ്ടായിട്ടെങ്കിൽ ഒന്ന് തന്നെ. എന്താ നിങ്ങൾ നോക്കണേ? പേജിന്റെ ലെറ്റർ എനിക്കിപ്പോ ജിയും പിയും കിട്ടി. എനിക്ക് ഐ കിട്ടണം, കെ കിട്ടണം, വൈയുണ്ട്. നിന്റെ അത് എക്സ് ഞാൻ കണ്ടു. ഞാൻ ഞെട്ടി. നിനക്കിനി എന്താ വേണ്ടേ? എനിക്കിനി എ വേണം, ഐ വേണം, കെ കിട്ടി, ഐ വേണം. ഐ ഞാൻ തിന്ന്. എനിക്ക് ചേച്ചി വയറിളവും. അമ്മായും പേരെഴുതി കഴിക്കണാണോ? ഇനി എന്താ? എനിക്കിനി എ വേണം. ജി, ഓ തെറ്റിക്കല്ലേ, പി, ഐ, കെ, എ. കണ്ടോ? അമ്മായി കഷ്ടമാണ് കേട്ടാ. തിന്നാൻ സമയക്കാത്ത എന്തോമാളോ തരൂല. നല്ല ടേസ്റ്റ്. ചേച്ചിയുടെ പേര് ഞാൻ ചെയ്ത ചേച്ചിയുടെ പേര് പെട്ടെന്ന് കിട്ടണല്ലോ. നല്ല മനസ്സുള്ളവർക്ക് അങ്ങനെയാ. ഓ പിന്നെ ടി ഏയും കൂടെ വേണം. നല്ല ഭംഗിയിലേക്ക് ഏ സരിത. ശരി, എന്തൊരു ഭംഗിയല്ലേ സരിതാന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ. ആ ഗോപിയാന്ന് എഴുതിയിരിക്കുമ്പോ ഒരുമാതിരി ജി ഇങ്ങനെ, ഇങ്ങനെ ഒരുമാതിരി ഒരു അടുക്കും ചിട്ടയില്ലാത്തൊരു പേര്. ഇത് എന്തൊരു ഭംഗിയാ നോക്കാം. സരിത എന്ന് എഴുതിയിരിക്കാൻ നിരന്ന് ഇരിക്കണം. നോക്കിയേ, നിന്റെ പേര് പോലെ തന്നെ നിനക്ക് അടുക്കും ചിട്ട.
എപ്പോഴും ഇവിടെ വരുമ്പോൾ ഓർക്കും. എന്താ ഓർക്കണേ? അടത്തുണിയാ. കടത്തുണി. തടത്തുണി എന്നാണ് പറയണത്. അടത്തുണി എന്നല്ലേ? അടത്തുണിയാ. അടത്തുണി. പാലടത്തുണി. ഇല്ല. ടേസ്റ്റ് നോക്കണേ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കുഞ്ഞായിട്ട് കട്ട് ചെയ്യണത്. നീ ശ്രദ്ധിച്ച? അത് കറക്റ്റാ. ശ്രദ്ധിച്ചേ? എപ്പോഴും ഞാൻ മണ്ടക്കം പീസായിട്ട് കട്ട് ചെയ്യണം. ഇത്തവണ ഞാൻ എന്താ അറിയോ, കപ്പയുടെ കൂട്ടത്തിൽ അങ്ങോട്ട് സൂപ്പർ അല്ലേ? ഇത്രയും ഗ്രേവി വേണം കപ്പയുടെ കൂടെ. അടിപൊളിയല്ലേ? സൂപ്പർ. ഗ്രേവി വേണം. നീ ഒരു കാര്യം ചെയ്യോ, എനിക്ക് അമ്മായി വേവിച്ച് വെച്ചാൽ കപ്പ എടുത്തോണ്ട് വരുമോ? പാകമായ നോക്കട്ടെ, ഉപ്പുണ്ടാ നോക്കട്ടെ. ഇവിടെ വച്ചേക്കാൻ. അയ്യോ, കപ്പയ്ക്ക് ഉപ്പ് കുറവും. അമ്മയാണ് കപ്പയ്ക്ക് ഉപ്പിട്ടത്, ഉപ്പില്ല. ഇതാ ഇനി ഇടാൻ പറ്റുമോ? ഇനി ഇടാൻ പാടാ. തേങ്ങാപ്പാൽ ഇടണം. നോക്കട്ടെ, തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ ഉപ്പ് ഇടാൻ പിടി. പേടിച്ചോ? ഉപ്പ് ഒട്ടുമില്ലല്ലോ. മൊത്തം ഇട്ടേക്കാം അല്ലേ? എനിക്കറിഞ്ഞൂടാ. തേങ്ങാപ്പാൽ നോക്കട്ടെ. തേങ്ങാപ്പാലും ടേസ്റ്റ് ഉണ്ടോ? അല്ല, ഉപ്പ് വേണോ വേണ്ടെന്ന് നോക്കണ്ടേ? എല്ലാം ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പണിയിട്ട്. സോറി, നേരത്തെ എണ്ണ തേച്ചപ്പോൾ ഞാൻ എന്തോ വഴക്ക് പറഞ്ഞല്ലോ. മാളു കുറച്ച് കർമ്മ ശ്രീ. സോറി. ഓ, കർമ്മേനെയും പിടിച്ചോണ്ട് വന്നിരിക്കുന്ന കാര്യം കണ്ടില്ല അവള്. അയ്യേ നാളു, ഞാനിപ്പോ ഒരു നിന്നോടാ ഞാനിപ്പോ ഒരു അബദ്ധം കാണിച്ചു. സാധാരണ നമ്മള് ചൂടിൽ നിന്ന് സാധനം എടുത്തിട്ടാണല്ലോ ഊതണത്. ഇത് തേങ്ങാപ്പാലിൽ നിന്ന് എടുത്തിട്ട് ഊതണു. ചൂടാണ്. കൊള്ളാം. എന്താണ്, സ്പൂണിൽ തന്നെ കറി എടുത്തിട്ട് ഇതിൽ ഉപ്പ് ഇട്ടോണ്ടിരിക്കും. ടേസ്റ്റ് ചെയ്ത് കണക്കായിരിക്കണം. തേങ്ങാപ്പാൽ കൊള്ളാവോ? ഉപ്പിട്ടിട്ട് നല്ല ടേസ്റ്റ്. നോക്കിയേ, നീ കുടിച്ചു നോക്കിയേ. കുടിക്കാനോ? വേറെ ഉള്ളൂലേ? അല്ലെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. ഇല്ലേ, നല്ല ടേസ്റ്റ് അല്ലേ? എന്തോ ഒരു ടേസ്റ്റ് അല്ലേ? എന്തോ ഒരു കറിയുടെ ടേസ്റ്റ്. മാളു ഇളക്കിയേ. ഇളക്കണതല്ല, ഉടച്ചോ. ഉടക്കാനാ? നിന്റെ മുഴുവൻ ശക്തി, നീ കളരിയിൽ നീ ഇറക്കുന്ന മുഴുവൻ ശക്തി അന്നാത്തിട്ട് ഇറക്കിക്കോ. ഉടച്ചോ. നല്ല രസമുണ്ടല്ലേ കാണാൻ ഉടനെ വരുമ്പോ. വേണ്ട, എന്നെ കണ്ടിട്ട് തന്നെ എന്നെ പൊളിക്കാനുള്ള പരിപാടിയാണ്. ഞാൻ തന്നെ ഒഴിക്കുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസാണ്. സൂപ്പർ മാളു. കൊള്ളാം. അടിപൊളി. അയ്യോ, ഇനി തീ വേണ്ട. നീ ഒരു കാര്യം ചെയ്യ്, പറ. ടേബിൾ സെറ്റ് ചെയ്തോ? കഴിഞ്ഞോ? പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഞാൻ പോണു. ഇനി പോകെ നിൽക്കാൻ വയ്യ. ഓക്കെ, ബൈ. അയ്യോ,
മക്കളെ, ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ വിരുന്നുകാരെത്തിക്കഴിഞ്ഞു. ആരാന്നറിയണ്ടേ? ഞാൻ പറയാം. 32 ഇഞ്ചുള്ള ഈസി സ്റ്റോർ നൽകുന്ന LED TV നമ്മൾ തരാന്ന് പറഞ്ഞിരുന്നല്ലോ. ആർക്ക്? ആ പറഞ്ഞ ആൾക്കാർ എത്തിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഈ 32 ഇഞ്ചിന്റെ TV സ്പോൺസർ ചെയ്തിരിക്കുന്ന ഈസി സ്റ്റോർ ആണ്. അതിലെ റീജിയണൽ മാനേജർ ദിനേശ് മുരളിയാണത്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ വിരുന്നുകാര്. എൻ്റെ പേര് മുഹമ്മദ് നെബുക്കത്ത് എന്നാണ്. ഞാൻ കൊല്ലം കരിക്കോട് നിന്നാണ് വരുന്നത്. അപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ ചാനൽ കാണുന്നത് ശരിക്കും പറഞ്ഞ ഉമ്മയായിരുന്നു കണ്ടിരുന്നത്, ഉമ്മയും ഇത്തയുടെ മോളും. അപ്പോൾ അവരാണ് എനിക്ക് കാണിച്ചു തന്നത്. വലിയൊരു ഫാനാണ് സരിത ചേച്ചിയുടെ. താങ്ക് യു. പേര്? ഷിഫാന കാണാറുണ്ടോ? കാണാറുണ്ട്. ഓ, സമാധാനം. ഓക്കെ, അപ്പൊ ഗിഫ്റ്റ് തരട്ടെ? തീർച്ചയായിട്ടും. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. രണ്ടുപേരും കൂടെ വാങ്ങി. പിടിച്ചിട്ടുണ്ടല്ലോ. ആ. അപ്പൊ നമുക്ക് ക്രിസ്മസ് ആയിട്ട് ഒരു ചിയേഴ്സ് അടിച്ചാലോ? അത് നമുക്ക് Cheers. ഞാൻ കൊടുക്കാം. എന്നെ കാണാൻ വേണ്ടി വന്ന ആളാ. ഇഷ്ടപ്പെട്ട? ആ, ഹാപ്പി ക്രിസ്മസ്. വെൽക്കം. അപ്പൊ നമുക്ക് വിളമ്പിയാലോ? കഴിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തമ്മ? ഒരു ഗിഫ്റ്റ്. ആർക്ക്? സരിതയ്ക്ക്. ആണോ? താങ്ക് യു. നമ്മൾ കൊടുത്തു. താങ്ക് യു സാറാ. അയ്യോ, ഏറ്റവും പ്രിയപ്പെട്ട സരിതയ്ക്ക് സസ്നേഹം റംലത്. താങ്ക് യു ഉമ്മ. താങ്ക് യു സോ മച്ച്. എനിക്ക് ഉമ്മ ഗിഫ്റ്റ് തന്നു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ എനിക്ക് ഗിഫ്റ്റ് തരുന്നത്. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. എന്താണെന്ന് നോക്കിക്കോട്ടെ. ഒരു ക്യൂരിയോസിറ്റി. വാവ്, അമ്മേ, എനിക്കില്ലാത്ത കളറ്. സൂപ്പർ. ഇത് എനിക്ക് രോമാഞ്ചം വരുന്നു കണ്ടാ. താങ്ക് യു ഉമ്മ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് വിളമ്പിയാലോ? മാളു, നീ അവിടെ നിന്ന് തുടങ്ങും. ചേച്ചിക്ക് മാത്രമേ ഗിഫ്റ്റ് കിട്ടിയുള്ളൂ. അതെ, എനിക്ക് മാത്രം. ഞങ്ങൾ ഇനിയും അതെ, ഇനി വരുമ്പോ നമുക്ക് അമ്മായിക്ക് മാളൂരും. അപ്പൊ ഞാൻ ഇന്ന് ഡബിൾ സന്തോഷവതിയാ. ഇവരെല്ലാരും എനിക്ക് കാണാൻ പറ്റിയാലും ഇവർ വന്നതിലും ഗിഫ്റ്റ് കിട്ടിയില്ല. അപ്പൊ 3 സന്തോഷമായി. ഞങ്ങൾക്ക് അതിനെക്കാട്ടി സന്തോഷം ചേച്ചി നേരത്തെ കണ്ടതിന്. ഒരുപാട് ഞങ്ങളെ ഇത് കാണുമ്പം എങ്ങനെ ഇത് നിങ്ങളെ കൂടെ വന്നിരുന്ന ഒരു നേരം ആഹാരം കഴിക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതായിരുന്നു ഞങ്ങൾ. ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് ആഗ്രഹിച്ചപ്പോഴത്തേക്ക് അത് വന്ന വഴി. അതെ. പച്ചമുളക് വേണ്ടവരൊക്കെ എടുത്തോണം കേട്ടാ. ഞാൻ ആദ്യമേ പച്ചമുളക് എടുക്കും. ആദ്യം സാറ് വാവയ്ക്ക്. എങ്ങനെയുണ്ട്? സത്യം പറ, കൊള്ളാവോ? കുറച്ചുകൂടി എരിവ് കൂട്ടി തരട്ടെ? ചെറിയ പീസ് വെച്ചിട്ട് തരട്ടെ? ആ, എങ്ങനെയുണ്ട്? കൊള്ളാം. രക്ഷപ്പെട്ട്. അവൾ ഓർത്തിട്ട് എങ്ങനെ പറയണം? ഞാൻ നോക്കട്ടെ. സൂപ്പർ. പൊളിച്ച്.
ഒന്നായോണ്ട വയനില് കട്ടൻ ചായ ഇല്ലേ കട്ടൻ ചായ ഇല്ലേ നല്ല രസമാണ് ഇതിന്റെ കൂടെ ഇന്നിപ്പോ വൈനുള്ളതാണ് ഞാൻ കട്ടൻ ചായ എടുക്കാത്തത്. ആ ശരി. കട്ടൻ ചായ നല്ലതാണ്. ഇത് കണ്ടാ പിന്നെ അവള് കട്ടൻ ചായ കുടിക്കൂല. അതെ, വൈൻ കണ്ട കട്ടൻ ചായ ഇല്ല.